അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയേട്ടനെ കാണുന്നത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് കോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായ തന്നെ നന്ദി അറിയിക്കുകയാണ്. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCCയിൽ എല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. അന്ന് വിജയേട്ടന് ശേഷം വിജയേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ്. പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തോന്നുന്ന പോലെയാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയേട്ടനെ കാണുന്നത്. കാരണം ഈ മനുഷ്യന് ഇത്രയധികം പ്രണയമുണ്ടു. കാരണം പലവിധ ചിന്തകൾ, അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി. അത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരിക്കാണ് തോന്നുന്നത്. കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ, അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടും ആവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയം. അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ
ആളാണ് വിജയേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.